പ്രാർത്ഥന കേട്ടോളൊന്ന് ഒന്നുകൂടെ നമുക്ക് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഈ വാസപ്രാർത്ഥനയുടെ 3-ാമത്തെ രാത്രികാലം കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ ഹല്ലേലൂയ ഈ വാസപ്രാർത്ഥനയുടെ 4-ാമത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും കർത്താവ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. രാവിലെ ദൈവ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ക്ലെമന്റ് ജോസ് ഹല്ലേലൂയ അവരുടെ ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചു. അനേകർക്ക് ദൈവം ഹല്ലേലൂയ ബലം നൽകി, ശക്തി നൽകി. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഹല്ലേലൂയ ദൈവം അയക്കുവാനിടയായി തീർന്നു. വലിയ ദൈവപ്രവർത്തികൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങൾ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകരോട് വ്യക്തിപരമായി ദൂതുകൾ പ്രസ്താവിപ്പാൻ അഭിഷക്തൻ ദൈവം ശക്തീകരിച്ചു. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലവും ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. എല്ലാവരും ആ താല്പര്യപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവെ അവിടെ നിന്ന് എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ തൻ്റെ പിതാവായ കാലേബിനോട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ തെക്കേ ദേശത്തേക്ക് അയച്ചതുകൊണ്ട് നീരുറവുകളെ ചോദിച്ചു. അതുകൊണ്ട് നമുക്കും ചില നീരുറവുകളെ ഇന്ന് രാത്രികാലം ദൈവത്തോട് ചോദിക്കാം. കർത്താവെ ഒരു നീരുറവ അവിടെ നിന്ന് പുറപ്പെടുന്ന ആ ജീവജല നദി എന്നിലൊഴുക്കൊന്ന് ഒഴുക്കണമേ. ഹല്ലേലൂയ ഈ നദിയിൽ നിന്ന് കുടിക്കുവാൻ ഹല്ലേലൂയ ദൈവം കൃപ തരണമേ. ഹല്ലേലൂയ അക്സ ചോദിച്ചപ്പോൾ അക്സോയ്ക്ക് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കാലേബ് നൽകിയത്, പിതാവായ കാലേബ് നൽകിയത് മലയിലും താഴ്വരകളിലും ഹല്ലേലൂയ ഉറവുകളെ കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. നീരുറവുകളെ കൊടുത്തുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കുന്നത് നനയ്ക്കുന്നത് അത്യന്തപരമായി ഹല്ലേലൂയ ആത്മനിറവിനാൽ നമ്മൾ നിറയ്ക്കും. അതിനോട് വാഞ്ചയോടെ ഇരിക്കാം. ആ സമയത്ത് കർത്താവിൻ്റെ വലിയേറിയ അഭിഷിക്തനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തനാമത്തിൽ വീണ്ടും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വചനമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ മുഖവിലകളൊന്നും പറയാതെ തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവ് ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. കൊലോസ് ലേഖനത്തിലേക്ക് കടന്നു വരാം. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം വായിക്കാം. കൊലോസ് ലേഖനം 3:15 ഒരാൾ വായിച്ചാണ് മതി. എല്ലാം കണ്ട് ഒരു നിമിഷം അടച്ച് ഇന്ന് രാത്രിയിൽ നടക്കുന്ന ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. അധരങ്ങൾ തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. അവിടുത്തെ ആത്മാവ് എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ അതിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം ദൈവശക്തിയും ഒന്നിച്ചനുഭവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ പകൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ജനിച്ചു വളർന്ന ദേശം പുനലൂരാണ്. പുനലൂർ ഇളമ്പൽ എന്ന ദേശത്ത് ജനിച്ചു വളരുവാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ 25 വർഷത്തിലേറെ തിരുവനന്തപുരത്ത് കർത്താവ് അയച്ചു തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആറ്റിങ്കൽ സെൻറ്ററിൻ്റെ കീഴിൽ മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശത്ത് ഒരു ബിൽഡിംഗ് ഞങ്ങളെടുത്ത് ഞങ്ങൾ അവിടെ വർഷങ്ങളായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഓർത്ത് പ്രാർത്ഥിക്കുക. 3 പെൺമക്കളെ ദൈവം തന്നു. 2 പേരെ വിവാഹം കഴിഞ്ഞ് ഇളയ മകൾ ഒരു ഉപരിപഠനത്തിന് ശേഷം ചെറിയ ഒരു ജോലിയുണ്ട്. ഞങ്ങൾ കുടുംബത്തോടെ കർത്താവിൻ്റെ വിലയിലായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ചേർന്നിട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. നാം വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ടായിരിക്കും അല്പസമയം ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും അറിയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. നമുക്കറിയാം, കൊലോസ് ലേഖനം
ഒരു ഈടുറ്റ ലേഖനമാണ് എന്ന് നമുക്കറിയാം. ലേഖനങ്ങളിൽ ഒത്തിരി വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഉപദേശ പിശക്കിന് നേരെ, ജീവിത പിശക്കിന് നേരെ, അതുപോലെ തന്നെ വിശ്വാസ പിശക്കിന് നേരെ എഴുതപ്പെട്ട ലേഖനങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്കറിയാം 21 ലേഖനങ്ങൾ. പൗലോസിൻ്റെ തന്നെ 14 ലേഖനങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ഈ ലേഖനങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഉപദേശങ്ങളാണ്. ഒരു ആമേൻ പറഞ്ഞാട്ട്. ഉപദേശം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും ജീവിച്ചു പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഞാൻ പലപ്പോഴും സഭയിൽ ഓർപ്പിക്കാറുണ്ട്, രക്ഷയ്ക്ക് 3 അവസ്ഥകളുണ്ട്. ത്രികാല അനുഭവങ്ങൾ രക്ഷയ്ക്കുണ്ട്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. രക്ഷയുടെ പൂർത്തീകരണം ഭൂമിയിലല്ല, അത് നിത്യതയില്ല. സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അല്ലേ പറഞ്ഞാട്ടെ. അപ്പോൾ പാപം നിറഞ്ഞ ഈ ചേറ്റുകണ്ടമായ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം അടുത്തത് തുടരേണ്ടത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അത് ഭൂമിയിലാണ്. ഭൂമി എന്ന് പറയുന്നത് സാത്താൻ്റെ അധീനതയുള്ള ലോകമാണ്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് ഉപദേശം ചെല്ലണം. ആമേൻ പറഞ്ഞാട്ടെ. ഉപദേശം അകത്ത് വരുംതോറും നിത്യതയുമായി അടുപ്പിക്കേണ്ട ഒരു മാർഗരേഖയായിട്ട് മാറുകയാണ്. സ്തോത്രം. ഇന്ന് പല സഭയ്ക്കകത്തും ഉപദേശങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, ഉപദേശ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിക്കും നിങ്ങൾ തല കൊണ്ട് വെക്കരുത്. അതിനാരും ആമേൻ പറയുന്നല്ലോ. വിശലോ ആമൻ. അതിനു പകരം തല കൊണ്ട് വെക്കാൻ നിങ്ങൾ നോക്കരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തല കൊണ്ട് വെച്ച് കൊടുക്കുന്നുവെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽവേ പാലത്തിൽ കൊണ്ട് തല വെക്കുന്നത് നല്ലത്. വിശലോ. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. ഉപദേശം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ലേഖനങ്ങളിൽ കാണുന്ന ഉപദേശങ്ങളാണ്. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേക വിഷയം ഈ രാത്രി ഓർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴണം. ഹല്ലേലൂയ. ലേഖനം എഴുതിയത് വിശ്വാസ പിശക്കിന് നേരെ എഴുതിയ ലേഖനമാണ്. വിശ്വാസികൾ വന്ന ശേഷം പലരും പിന്മാറിപ്പോയി. അവരെ മടക്കി വരുത്തേണ്ടതിന്, അവരെ ഉദ്ധരിപ്പിക്കുവാൻ, ഉറപ്പിക്കുവാൻ എഴുതപ്പെട്ട ലേഖനമാണ് ലേഖനം. കൊരിന്ത് ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ജീവിത പിശക്കുണ്ടായിരിക്കുന്ന, ഒത്തിരി ധാർമ്മികമായി തകർന്നുപോയ, അതമ്പതിച്ചു പോയൊരു സഭയാണ് കൊരിന്ത് സഭ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാണെങ്കിലും ഒത്തിരി പക്ഷം പിടിക്കുന്നവർ, അപ്പൻ്റെ ഭാര്യയെ പോലും വെച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹം കൊരിന്ത് സഭയ്ക്കകത്തുണ്ടായിരുന്നു. സ്തോത്രം. എന്നെ ഞെട്ടിപ്പിച്ചത് ഇതെല്ലാം ഉണ്ടെങ്കിലും കൃപാവരത്തിന് കുറവില്ല, അന്യഭാഷയ്ക്ക് കുറവില്ല, ഹല്ലേലൂയ പറഞ്ഞാട്ടെ, പ്രവചനത്തിന് കുറവില്ല. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നടക്കുന്ന സഭയ്ക്കകത്ത് അവരെ ഉദ്ധരിപ്പിക്കുവാൻ, അവരെ പുനരുദ്ധരിപ്പിക്കാൻ എഴുതപ്പെട്ട ലേഖനമാണ് കൊരിന്ത് ലേഖനം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ദൂത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ദേശത്തിൽ പല വാഴ്ചകളുണ്ട്. ദൈവജനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒത്തിരി വാഴുന്ന സംഭവങ്ങളുണ്ട്. രോഗം വാഴുന്നുവെങ്കിൽ, ശാപം വാഴുന്നുവെങ്കിൽ, പാപത്തിൻ്റെ ശക്തി വാഴുന്നുവെങ്കിൽ, ഇന്ന് രാത്രി അതിനെ ദൈവം തുടച്ചു മാറ്റിയിട്ട് യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഇന്ന് രാത്രിയിൽ ചില കുടുംബങ്ങളിൽ വ്യക്തിപരമായി വാഴുവാൻ എത്ര പേരെ ആഗ്രഹിക്കുന്നുണ്ട്? കരമടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ ധീപാലമാരാധനയാ ആമേ സ്തോത്രം. ചില വാഴ്ചകൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയാ. യെസ്, സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ.
ദൈവഹിതമില്ലാത്ത ചില വാഴ്ചകൾ ഈ രാത്രി നിങ്ങളിൽ വാഴുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് എടുത്തു മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. ചൂടാജാക വൈതാരച്ച സന്താരാജ ചില കുടുംബങ്ങളിൽ വാഴുന്ന സ്വസ്ഥതയെ സ്വത്രം സമാധാനത്തെ അടർത്തിക്കളയുന്ന ചില തേർവാഴ്ചകൾ ഈ രാത്രി ആത്മാവതിനെ വെട്ടിമാറ്റുന്നു. യേശുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴുവാൻ പ്രാർത്ഥിക്കട്ടെ. കരമൂർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്വത്രം. എഫെസ്യലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതിയോട്, സ്വർലോകത്തിലെ ദൈവജനത്തിന് വിരുദ്ധമായി വാഴുന്ന ചില ശക്തികളുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുമേൽ ജയമെടുക്കുക മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ ദൈവം വാഴിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ നൽകിയിട്ട് പോയ 3 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേ തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പല കുടുംബങ്ങൾക്കും പല സഭയ്ക്കകത്തും സമാധാനമില്ല. അഭിഷിക്തന്മാർക്ക് പോലും സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. 2 ദിനവൃത്താന്ത പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, അബിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലും നിദ്ര പ്രാപിച്ചു. അവൻ്റെ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. അവന്റെ കാലത്ത് ദേശത്തിന് 10 സംവത്സരം 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. സ്വസ്ഥതയുണ്ടായി, സമാധാനമുണ്ടായി. ആസ ഭരിക്കുവാൻ രംഗത്ത് വന്നപ്പോൾ അവൻ്റെ കാലത്ത് 10 വർഷക്കാലം, ദീർഘവർഷങ്ങൾ സ്വസ്ഥതയും സമാധാനമുണ്ടായെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിന്റെ കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത് സ്വസ്ഥത കൈമാറാൻ പോകുകയാ, സമാധാനത്തെ കൈമാറാൻ പോകുകയാ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഓ ജീസസ്. സ്തോത്രം, സ്തോത്രം. ഇനി അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 30. ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് വായിപ്പിക്കും, സമയം മുമ്പോട്ട് ഓടിപ്പോകുന്നത് കൊണ്ട്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 31-ാം വാക്യം. അങ്ങനെ യഹൂദ്യ, ഗലീലിയ, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. ആമേൻ പറഞ്ഞാട്ടെ. ദേശം പിടിപ്പിക്കപ്പെടുമ്പോൾ ആമേൻ പറ, സഭ പിടിപ്പിക്കപ്പെടുക. ആമേൻ പറ. സഭയ്ക്ക് സ്വസ്ഥതയുണ്ടാകുക, സഭയ്ക്ക് സമാധാനമുണ്ടാകുക. സഭയ്ക്കകത്ത് സമാധാനത്തെ കെടുത്തിക്കളയുവാൻ വ്യാപരിക്കുന്ന ശക്തികളെ ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ നാളുകളിൽ ദൈവസഭയെ ദൈവ സ്വസ്ഥതയിലേക്ക് നടത്താൻ പോകുക. യെസ്. ശബല കരമടിച്ച അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ചർച്ചിനകത്ത്, നിങ്ങളുടെ സഭകൾക്കകത്ത് സ്വസ്ഥതയെ കെടുത്തുന്ന, ആമേൻ, സമാധാനത്തെ കെടുത്തുന്ന സകല അന്തരീക്ഷങ്ങളെ ഇന്ന് രാത്രി സ്വർഗം മാറ്റട്ടെ. ഉടബ രബല ജഗല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സഭ സമാധാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 കാര്യങ്ങൾ നടക്കും. ഏതൊക്കെയാ?
അത് ആത്മീയ അടുത്ത വാക്യം വായിച്ചോ. അത് ആത്മീയ വർധന പ്രാപിച്ചു. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടന്നും പെരുകിക്കൊണ്ടുവരുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജനം പെരുകാൻ പോകുകയാ. ഒരു ആമേൻ പറ. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആമേൻ സ്തോത്രം, സഭയ്ക്കകത്ത് ആത്മാക്കൾ പെറ്റുപെരുകും. ആമേൻ പറ. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം, ദൈവ നടത്തിപ്പുണ്ടാകണം, ദൈവ ശബ്ദമുണ്ടാകണം. 2 കർത്താവിനുള്ള ഭക്തി ഉണ്ടാകണം. ആമേൻ പറഞ്ഞാട്ടെ. ആത്മീയ വളർച്ച, ഈ 3 കാര്യങ്ങൾ സഭയ്ക്കകത്ത് വെളിപ്പെടുമ്പോൾ സഭയ്ക്കകത്ത് ആത്മാക്കൾ പെറ്റുപെരുകും. എത്രക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ സഭയ്ക്കകത്ത് ആത്മാക്കൾ പെരുകാൻ പോകുകയാ, വർദ്ധിക്കാൻ പോകുകയാ. ആമേൻ പറ. സകല ഘടകതന ഉന്ന സ്തോത്രം ചെയ്ത് ആരാധിച്ചത്. ആത്മാക്കൾ പെരുകട്ടെ, ആത്മാക്കൾ പെരുകാൻ പോകുകയാ. ഓ ശലബലബ, ആത്മീയ വളർച്ചയുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം ഉണ്ടാകട്ടെ, കർത്താവിനുള്ള ഭക്തി ഉണ്ടാകട്ടെ. ശക്തര ഘടകല ഗാതുര കുടകല ഭൗഡപരകതല ഗന്ധര ഘടകം ശാകല ഘടകേ ചൂബല പടക രേഖതരാധി അന്തരഘടകം ചൂടകരച്ചം ധേരഘടച്ച സാദരയാദി. ശബലവാദ കുടകരഗജ ശകല ഘടക ജേലജാന ശായുധമാന സന്ധരേത. ആത്മീയ വളർച്ചയുണ്ടാകണം. പലരും രക്ഷിക്കപ്പെട്ട് ആമേൻ പണ്ടങ്ങാണ്ട് പ്രാപിച്ച ഭാഷയും ഇന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട് കേട്ടോ. സ്തോത്രം. ആദാമിൻ്റെ കാലത്ത് പ്രാപിച്ച ഭാഷ ഇന്നും പറഞ്ഞവരുണ്ട്. ആർക്കൊരു ആത്മീയ വളർച്ചയില്ല. നട്ടപ്പോരു കെട്ട പറിച്ചപ്പം എല്ലാവരും പറഞ്ഞാട്ടെ. ഞാനങ്ങനെ പറയത്തില്ല. നട്ടപ്പോൾ ഒരു കൊട്ട പറിച്ചപ്പം അരക്കൊട്ടെന്ന് ഞാൻ പറയത്തില്ല. സോറി, ഒരു കൊട്ടെന്ന് ഞാൻ പറയത്തില്ല. നട്ടപ്പോൾ ഒരു കൊട്ട പറിച്ചപ്പോൾ അരകൊട്ട. സ്തോത്രം. അങ്ങനെ ആകരുത്. ആത്മീയ വർധനമുണ്ടാകണം. ഇന്നും അഭിഷേകം പ്രാപിക്കാത്ത പല പുള്ളികളും സഭയ്ക്കകത്തുണ്ട് കേട്ടോ. പല സഭകളിലുണ്ട് ഇല്ലേ. സ്വതന്ത്രം. ഇത് മതി, ഇത്രയും മതി. ഇതിലങ്ങോട്ട് ആത്മീയമായി വളരാൻ ആർക്കും താല്പര്യമില്ല. ഒരു പ്രത്യേക സർക്കിളിൽ ഒതുങ്ങിക്കിടക്കുക. ഇന്ന് രാത്രി ആ തലം പൊട്ടി മാറണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. സഭ ആത്മീയ വർധനവിലേക്ക് ഒന്ന് എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മ പറയുന്നു. ഓ, കരമടിച്ച് യേശുവിൻ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആരാധന ലെവല് മാറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകത്തിന്റെ അന്യഭാഷയുടെ ലെവല് മാറട്ടെ. ഗ്ലോറി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ജനത്തെ മുൻപോട്ട് നയിക്കട്ടെ. ആത്മീയ വളർച്ചയുണ്ടാകണം. സ്തോത്രം, സ്തോത്രം. 2 കർത്താവിനുള്ള ഭക്തി ഉണ്ടാകണം. ഇന്ന് പലർക്കും ദൈവഭക്തി കുറഞ്ഞിരിക്കുക. വിശലോ ജാതികൾക്ക് യേശുവിന് കേൾക്കുമ്പോൾ വലിയ ഭയവും ഭക്തിയും ഉണ്ട്. പെന്തക്കോസ്തുകാരായ നമുക്ക് ഭക്തിയില്ല. കർത്താവിനെ പോലും പേടിയില്ല. സ്തോത്രം. അവർ പറയുന്ന ജീസസ് ഇൻ മൈ പോക്കറ്റ് എന്നാ, യേശുവിൻ്റെ പോക്കറ്റിൽ കിടക്കുക. അങ്ങനെ ആരും പറയരുത്. ദൈവഭക്തി ഉണ്ടാകണം. യോബ് തൻ്റെ ഭക്തി വിടാതെ മുറുകെ പിടിച്ചു വന്ന 3 പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്ന് ജനം പെരുകുവാൻ കഴിഞ്ഞുവെങ്കിൽ, ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ സഭ പെരുകാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം പറഞ്ഞതുപോലെ ആത്മാക്കൾ വർദ്ധിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും?
സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പല സഭകൾക്കും സ്വസ്ഥതയും സമാധാനമില്ല. ആ സഭരിച്ചപ്പോൾ ദേശത്ത് ദീർഘവർഷങ്ങൾ സ്വസ്ഥതയുണ്ടായി. ആമേൻ, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നൽകിയിരിക്കുന്ന 3 കാര്യങ്ങൾ, നൽകിയിട്ട് പോയ, തന്നിട്ട് പോയ 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ അതിപ്രധാനമായ കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല. രണ്ടാമത് ദൈവം നൽകിയത് ലൂക്കോസ് 10:19 വായിക്കുമ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ശകലമല്ല പിന്നെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ട് പോകുന്നു. ആമേൻ പറ. ഇന്ന് രാത്രി ഈ അധികാരം കർത്താവ് തൻ്റെ ജനത്തിന് കൈമാറിയെങ്കിൽ അധികാരം കൈമാറാൻ പോകുകയാ. യെസ്. ചില അധികാരങ്ങൾ അഭിഷിക്തന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഈ രാത്രി കൈമാറുകയാ യേശുവിന്റെ നാമത്തിൽ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവറ്റാനുള്ള അധികാരം ദൈവം കൈമാറ്റം ചെയ്തുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് കർത്താവ് ദൂത് പറയുന്നു, നിന്റെ മേൽ ഈ അതോറിറ്റി കൈമാറുന്നു. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. യെസ്. ഓ ജീസസ്, സ്തോത്രം. ഒരു വലിയ അധികാരത്തിന്റെ കൈമാറ്റം ഈ ദിവസങ്ങളിൽ ദൈവസഭ കാണാൻ പോകുകയാണ്. ശുശ്രൂഷയുടെ അധികാരം. ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു. 1, സമാധാനം തന്നിട്ട് പോകുന്നു. 2, 3 യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. രാമേൻ പറഞ്ഞാട്ടെ. വിശലോ, ദൈവമക്കൾക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ, അവനെ കൊയ്ക്കേണ്ട, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയാകട്ടെ ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, മറ്റുള്ള ഏത് പദവിയെക്കാട്ടിലും ശ്രേഷ്ഠകരമായൊരു പദവിയാണ് ദൈവമക്കൾ എന്ന പദവി. അത് പ്രാപിച്ചവർ രാമേൻ പറഞ്ഞാട്ടെ. വിശലോ, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മക്കളെങ്കിലോ ദൈവമക്കൾക്ക് എന്തോ ഉണ്ട്? ഉറക്കെ പറഞ്ഞാട്ടെ. പിശാചിന് ഒന്നിലും അവകാശം നിങ്ങൾ കൊടുക്കരുത്. ദൈവമക്കൾക്ക് അവകാശമുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നാം അവകാശികളാ. റോമാലേഖനം 8:17, ആമേ, ഗലാത്യർ 4:7 ഈ 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ഒന്നൊന്ന് ഓടിച്ച് വായിച്ചാട്ടെ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഗലാത്യർ 4:7 കൂടെ വായിച്ചേ. എടുത്ത് അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. നീ ദാസനല്ല പുത്രനത്രേ. അടുത്ത വാക്യം, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഒരു നല്ല ആമേൻ പറഞ്ഞേ. വിശലോ, അപ്പം നമ്മുടെ അപ്പൻ സ്വർഗത്തിലുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ആമേൻ, നാം അവകാശികളാ. ഇന്ന് പകൽക്കാലം പറഞ്ഞതുപോലെ ചില അവകാശങ്ങൾ ആമേൻ സ്തോത്രം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ സ്തോത്രം.
ശബാരബാരഗദരഗടഗസിയാണ്. സ്തോത്രം സ്തോത്രം. പ്രൈസലോ. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ പൈതലെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പൻ നമുക്ക് ചില അവകാശം തന്നിട്ടുണ്ട്. ആമേൻ. പലർക്ക് വെളിപ്പാടില്ല, ഈ ദർശനമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം കർത്താവിനെ വിളിക്കുന്നവരായിട്ട് തീരരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നാം മക്കളെങ്കിൽ നാം ആരാ? ആമേൻ. അതിന് നമ്മൾ ഭാരപ്പെട്ട കാര്യമില്ല. മത്തായി സുവിശേഷം 6:8 വായിക്കണം. ഒന്ന് വായിച്ച്. മത്തായി സുവിശേഷം 6:8 വേഗത്തിൽ. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് ജാതികളോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുന്നമേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ആമേൻ പറഞ്ഞാട്ടെ. ഒരു നല്ല ആമേൻ പറ. സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നീ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ മക്കളെങ്കിൽ നിന്റെ ആവശ്യം ഇന്നതെന്ന് നിന്റെ അപ്പനറിയാം. കാര്യം നാം മക്കളാ. ആമേൻ പറ. സ്തോത്രം പറ. ഈ കാഴ്ചപ്പാട് വെച്ച് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നിന്റെ അപ്പനറിയാം. സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ചൂടപരി അവകാശം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ചില വിശ്വാസികളുണ്ട്, തരണേ 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 അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ജാതികളെ പോലെ. സ്തോത്രം പറ. അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ? ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവമക്കളാകുക കർത്താവ് ഓടി അധികാരം തട്ടി. ആ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന അവകാശികളാണ്. വിശലോ. അതുകൊണ്ട് അവൻ ഇങ്ങനെ തരണേ തരണേ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഉറക്കെ പറഞ്ഞാട്ടെ. സ്തോത്രം. എല്ലാവരും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ തരണേ 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 എന്ന് ചോദിച്ച് നാം പ്രാപിക്കുന്നതെല്ലാം അവകാശമല്ല, അത് ദാനങ്ങളാണ്. ഹലോ, അതെന്താ? അവൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് കാണാം. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 25-ാം അധ്യായം 6-ാം വാക്യം. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. ആർക്കാ കൊടുത്തത്? വെപ്പാട്ടിയുടെ മക്കൾക്ക്. ഇനി 5-ാം വാക്യം വായിച്ചോ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും. ആമേൻ പറ. ആമേൻ പറ. അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. വാഗ്ദത്ത സന്തതിക്ക്. ആമേൻ പറ. തനിക്കുള്ളതെല്ലാം ആമേൻ ഇസഹാക്കിന് കൊടുത്തുവെങ്കിൽ വാഗ്ദത്ത സന്തതിക്ക് ദൈവം എല്ലാം അറിഞ്ഞു കൊടുക്കും. കാര്യം നാം അവകാശികളാ. ഈ വെളിപ്പാടിലേക്ക് സഭ ദിവസങ്ങൾ കയറണം. അബ്രഹാം തനിക്കുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ആർക്ക് കൊടുത്തു എന്ന് വെച്ചാൽ വാഗ്ദത്ത സന്തതിക്ക് കൊടുത്തു. സ്തോത്രം പറഞ്ഞാട്ടെ. ആ കാഴ്ചപ്പാടിലേക്ക് ദൈവജനം കടന്നു വരണം. മറ്റേത് വാഗ്ദത്ത സന്തതിയല്ല. അതോ അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നമുക്ക് ദൈവം ചിലത് നൽകിയിട്ടുണ്ട്. ആ അധികാരത്തിലേക്ക് വരണം. അപ്പോൾ ഓൾറെഡി ഞാൻ മടങ്ങി വരട്ടെ. 3 അധികാരം കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കൊടുത്തു. 1 സമാധാനം, 2 അധികാരം, 3 ദൈവമക്കളാകാനുള്ള അധികാരം. ഇത് കർത്താവ് നൽകിയിട്ട് പോയിരിക്കുക. അപ്പോൾ തന്നെ ഈ 3 കാര്യങ്ങൾ ദൈവം തന്നിരിക്കുമ്പോൾ തന്നെ ഒരു അവകാശത്തിന് വേണ്ടി, വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരുന്ന് പ്രാപിക്കണം. ആമേൻ പറ. അതാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നു. ഒന്ന് വായിച്ചേ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ
എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിക്കണം. ആമേൻ പറ. 3 കാര്യം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ തന്നെ ഒരു അവകാശത്തിന് വേണ്ടി നാം കാത്തിരുന്ന് പ്രാപിക്കണം. ആമേൻ പറ. അങ്ങനെ പ്രാപിച്ചവർ മാത്രം ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെശയ്യാവ് 9:6 വായിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് ആമേൻ പറഞ്ഞാട്ടെ. ലോകത്തിൽ ഇന്ന് പലരും ജനിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഭുക്കന്മാരായിട്ടുള്ളത്, അല്ലേ? എന്നാൽ കർത്താവിനെ മാത്രം പറയുന്നൊരു കാര്യമാണ്, അവൻ ജനിക്കും മുന്നമേ സമാധാന പ്രഭുവാ. സ്തോത്രം പറ. യേശു ജനിക്കും മുന്നമേ, വർഷങ്ങൾക്ക് മുന്നമേ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാ, അവൻ അത്ഭുതത്തിൻ്റെ മന്ത്രിയാ, വീരനാം ദൈവമോ മാത്രമല്ല സമാധാന പ്രഭുവാണ്. എത്ര പേർക്ക് ആ സമാധാനത്തിൻ്റെ പ്രഭുവിനെ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്? കരങ്ങൾ വീശി സ്തോത്രം ചെയ്താട്ടെ. ഇനി യേശുക്രിസ്തു തരുന്ന സമാധാനം അത് എങ്ങനെ പ്രാപിച്ചെടുക്കണം, എങ്ങനെ പ്രാപിക്കാൻ കഴിയും? സ്തോത്രം. ഞാൻ വേഗത്തിൽ പോവുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായി തോന്നി നിങ്ങൾ പിടിച്ചെടുക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 2:14 വായിക്കുന്നു, ഈ സമാധാനം എങ്ങനെ അവകാശമാക്കാൻ കഴിയും? ഒന്ന് വായിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് മാത്രമേ സമാധാനമുണ്ടാകത്തുള്ളൂ. മനുഷ്യനെ പ്രസാദിപ്പിച്ചത് കൊണ്ടോ, നാട്ടുകാരെ പ്രസാദിപ്പിച്ചത് കൊണ്ടോ, വീട്ടുകാരെ പ്രസാദിപ്പിച്ചത് കൊണ്ടോ, ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ ചർച്ചിലെ പാസ്റ്ററെയോ അല്ലെങ്കിൽ സഭാ കമ്മിറ്റിക്കാരെയോ പ്രസ്ഥാനത്തെ നീ പ്രസാദിപ്പിച്ചത് കൊണ്ട് നിനക്ക് സമാധാനം ഉണ്ടാകത്തില്ല. ആരൊന്നും മിണ്ടുന്നില്ല അത് പറഞ്ഞപ്പോൾ. നിൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ പ്രസാദിപ്പിച്ച സമാധാനം കിട്ടൂ? എല്ലാവരും മൗനമായല്ലോ. സ്തോത്രം. നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററെ പ്രസാദിപ്പിക്കാനാണോ നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഉപവാസം വന്നിരിക്കുന്നത്? അങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ. വന്നില്ലെങ്കിൽ പാസ്റ്റർ എന്തോ പറയും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെന്തോ പറയും എന്നുള്ള കാഴ്ചപ്പാടിൽ നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് സമാധാനം ഉണ്ടാകത്തില്ല. നീ ദൈവത്തെ പ്രസാദിപ്പിച്ചോണം. സ്തോത്രം. പൈസലോ എന്താ ഒരു മൗനത എല്ലാവർക്കും? മൗനം സമ്മതമൊന്നല്ലേ? സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വന്നിട്ടുണ്ട്? അവർക്കിന്ന് രാത്രിയിൽ സമാധാനം ഉണ്ടാകാൻ പോവുകയാണ്. ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയുള്ള രാമേൻ പറഞ്ഞാട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്തോത്രം. നാം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. ആണല്ലോ, അങ്ങനല്ലേ? സ്തോത്രം പറ. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എപ്പോഴാ? മരിച്ച ശേഷം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. പല ശവടക്കിൽ പോകുമ്പോൾ പലരും ആ മരിച്ചു കിടക്കുന്ന ആളെക്കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ട്, അല്ലേ? സ്തോത്രം, അല്ലേ? പിശലോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്ത് സാക്ഷിയില്ലാത്തൊരു അച്ചായൻ മരിച്ചു. പള്ളിയിൽ അച്ഛൻ വന്ന് ശരിക്കും പുള്ളി അങ്ങ് പുകഴ്ത്തി പറഞ്ഞു. സ്തോത്രം. ജീവിച്ചിരിച്ചപ്പോൾ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് ഭയങ്കര തലവേദന കേസായ ഒരു പുള്ളി അങ്ങ് മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി, അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പള്ളിയിൽ അച്ഛൻ വന്ന പുള്ളി അങ്ങ് ശരിക്കും അങ്ങ് പുകഴ്ത്തി പറഞ്ഞു. ഈ സമയത്ത് ഭാര്യ മക്കളും അടുത്തിരിക്കുക. ഭാര്യ അടുത്തിരുന്ന മൂത്ത മകനെ ഞോണ്ടിട്ട് പറയുന്നു, ചോദിക്കുകടാ ഈ കിടക്കുന്നതിൻ്റെ അപ്പനാണോ എന്ന് നോക്കാൻ. കാര്യം ഇത്രയും പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് സംശയം തോന്നി, മരിച്ചു കിടക്കുന്നത് എൻ്റെ ഭർത്താവാണോ എന്ന്. അപ്പം അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. എത്ര പേര് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരുണ്ട്? ഒന്ന് കരം കൊടുത്തി ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ പ്രസാദിപ്പിച്ചാൽ നിനക്ക് സമാധാനം കൈമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്വത്രം പറ. അതുകൊണ്ട് റോമാലേഖനത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എത്ര പേർക്ക് കഴിയും? സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അവിടെ സഹോദരന്മാരെ എന്ന് പറയുന്നത് കൊണ്ട് സഹോദരിമാർക്ക് ദൂതില്ലെന്നല്ല, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നു. എന്താണ് ദൈവം നമുക്ക് തന്ന മനസ്സലിവ്? ഞാൻ ചോദിക്കുന്നു, സ്തോത്രം, എന്താണ് ദൈവം നമുക്ക് കാട്ടിയ മനസ്സലിവ്? ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് പറയും, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടി അല്ലേ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ശമ്പളമുള്ള ജോലി എനിക്ക് ദൈവം തന്നു, സൗന്ദര്യമുള്ള ഭാര്യയെ കിട്ടി, അല്ലെങ്കിൽ മക്കളെ ദൈവം തന്നു, നല്ല വാഹനം ദൈവം തന്നു, നല്ല വീട് ദൈവം തന്നു, വസ്തുവകകൾ തന്നു, നല്ല വിദ്യാഭ്യാസം തന്നു. ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് അങ്ങനെ പറയാനേ ചാൻസ് ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ ദൈവം നിനക്ക് കാട്ടിയ മനസ്സലിവ്? ആമേൻ. സ്തോത്രം പറ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥന റൂമിൽ ദൈവം തന്ന മറുപടി, ദൈവം തന്ന ഏറ്റവും വലിയ മനസ്സലിവ് തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ഹബലബലഗതനയ, ഇതാണ് ഏറ്റവും വലിയ മനസ്സലിവ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആ യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. വിശലോ സ്തോത്രം. ഒരിക്കൽ വലിയ പ്രവാചകനായി യെശയ്യാവ് വന്ന് ഹിസ്കിയാവിനോട് ആലോചന പറയുന്നു, ദൂത് പറയുകയാ, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം എന്ത് ചെയ്യണം? ക്രമത്തിലാക്കിക്കൊള്ളണം. സ്തോത്രം. ദൂതാകട്ടോ പിശലോ, ഈ ദൂതാരി ഇഷ്ടപ്പെടുവോ? നിന്റെ ഗ്രഹകാര്യം എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം, ക്രമത്തിലാക്കിക്കോണം. ദൂത് കേട്ട രാജാവിന് വേണമെങ്കിൽ ആ പ്രവാചകനെ ശരിക്കും തട്ടിക്കളയാനുള്ള അവൻ അധികാരമുണ്ട്, ഉറയിൽ വാള് കിടക്കുക. പക്ഷേ ആ രാജാവ് ചെയ്തത്, ആ മനുഷ്യൻ ചെയ്തത്, ദൈവത്തിൻ്റെ വാളിന് മുൻപാകെ മുട്ടുമടക്കി. ആമേൻ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അവൻ ദൈവം മുൻപാകെ മുട്ടുമടക്കി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് എന്നെ ഓർക്കണമേ. അവൻ ദൈവദാസൻ തൻ്റെ ഇടത്തോടത് പറയണമെങ്കിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ടല്ലേ? ആമേൻ പറ. അല്ലെങ്കിൽ പറയാനൊക്കോ? ഞാൻ വിശ്വസ്തയോടും യേശുവിൻ നാമത്തിൽ ഏകാഗ്രത ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു, എന്നെ ഓർക്കണമേ. സ്തോത്രം. ഇതങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നു, സൂര്യ ഘടികാരത്തിനൊത്തവണ്ണം. നമ്മുടെ കയ്യിലെ വാച്ചൊക്കെ ഓടുന്നത് വലത്തോട്ടാണ്, പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വാച്ച് എങ്ങനെ ഓടിയത്? പുറകോട്ടെന്ന് വെച്ചാൽ 10 പടി അവൻ പുറകോട്ട് നടന്നു. എന്ന് വെച്ചാൽ അവൻ്റെ 10 പിതാക്കന്മാർ ചെയ്തതായ ദോഷങ്ങൾ, പാപപ്രവൃത്തികൾ ഹിസ്കിയാവ് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ആയുസ്സിനോട് പോരാടിയ ആ ശക്തി അടിച്ചു മാറ്റിയിട്ട് 15 വർഷക്കാലം കൂട്ടിക്കൊടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം വീണ്ടും അറിയിക്കുന്നു,
ആയുസ്സിനോട് പോരാടുന്ന ആ ശക്തി അഴിഞ്ഞു മാറുന്നു. യേശുവിൻ നാമത്തിൽ കരമടിച്ച് പ്രാർത്ഥിച്ച ആത്മാവിൽ ജയം പ്രാപിക്കാം. ഓ ശലബാര ധീരാജാല, ചില അനർത്ഥങ്ങൾ ഈ രാത്രി തിരിഞ്ഞു മാറുകയാ, തിരിഞ്ഞു പോകുകയാ. ഓ അല്പനിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ അടിച്ച് ദൈവം ശ്രമിക്കട്ടെ. കൂടവരത്തലകക്ഷക വൈദകരങ്കല ഗാതന ഘടകം ധീരപരമ്പ ചൂടകലക്ക ഭേദകരച്ച ശൈതരയാതി ശാലബാല ഭാരകാല ധീരന്താരം ദൂരച്ചാനം ദൂരക്കട്ടം വടകച്ചാന. ചില അനർത്ഥങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഭയ്ക്കകത്ത് നിന്നും ദൈവം തുടച്ചു മാറ്റുന്നു. ഒരു ഹിസ്കിയാവിനെ പോലെ നിലവിളിക്ക്, സമർപ്പിക്ക, ഏറ്റുപറ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ തലമുറയിൽ നിന്ന്, ഞാൻ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് നിന്ന് ചില അനർത്ഥങ്ങൾ മാറുമെന്ന് ഉറപ്പുള്ള ദൈവസഭ, ദൈവജനം കരമടിച്ച് ഒരു പ്രാവശ്യം കൂടെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. കൂടമാന വൈദകച്ച സമ്പരാതി ധരബല ഭരഗത ലഗതല ധരജല ഹടബല ഭരഗത ലഗതല ജലഗ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിന്റെ മേൽ സമാധാനം വെളിപ്പെടും. 119 സങ്കീർത്തനം 155 വാക്യം, എൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്തോ ഉണ്ട്? സമാധാനം. കരപ്പെടുത്തി ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ പ്രമാണത്തോട്, ദൈവവചനത്തോട് നമുക്ക് എന്തോ ഉണ്ടാകണം? പ്രിയമുണ്ടാകണം. അവർക്ക് എന്തോ ഉണ്ടാകും? തീർച്ചയ്ക്ക്. അപ്പോൾ പലരും ദൈവവചനത്തോട് ആർക്കും അത്ര ഒരു സന്തോഷമോ സ്നേഹമോ ഇല്ല. പലരും നല്ലോണം ഉറങ്ങുന്നത് ദൈവവചനം കേൾക്കുമ്പോഴാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഉറക്കം വരാത്തവർ ബൈബിൾ എടുത്ത് വായിച്ചാൽ മതി. സ്തോത്രം പറ. പലരും നല്ല വചന ശുശ്രൂഷയിരുന്ന് നല്ലോണം ഉറങ്ങിയിരിക്കുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ചിലത് കാണും. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നു, ദാവീദ് പ്രാർത്ഥിച്ച് ഞാൻ സമാധാനത്തോടെ ഇരുന്നാരും ഉറങ്ങരുത്. ദൈവവചന വ്യവസ്ഥ എന്താ? ഉറക്കം വരുന്നെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കിടന്നങ്ങ് ഉറങ്ങിക്കോണം. ആരെയും കുറ്റം പറയത്തില്ല. അത് ദൈവവചനത്തിൻ്റെ വെളിപ്പാടാണ്. ഇരുന്നുറങ്ങുന്നവർക്ക് ബന്ധവും ഇല്ല. പറഞ്ഞാട്ടെ, സമാധാനമില്ല. അതുകൊണ്ട് പലരും ദൈവവചന ശുശ്രൂഷയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ചിലർ കാര്യം പറയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോടെ നമുക്ക് എന്തോ ഉണ്ടാകണം? പല യൗവനക്കാരും ശരിക്കും ബൈബിള് വായിക്കാറില്ല, ധ്യാനിക്കാറില്ല. സ്തോത്രം. വെച്ചല്ലോ, വചനം വായിച്ചാൽ നിന്നെ അത് കാക്കും, നിന്നെ അത് പരിപാലിക്കും, നിന്നെ മുൻപോട്ട് നടത്തും. ആമേൻ പറ. അതിനെ ആലിംഗനം ചെയ്യണമെന്ന് ആമേൻ പറ. കാര്യം വചനത്തിന് ബന്ധനമില്ല. സ്തോത്രം പറ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനും അത് പ്രാണനെയും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ അത് തന്നെ പ്രവർത്തിച്ച് മടങ്ങി വരുത്തോളൂ. വചനത്തോട് നമുക്കൊരു പ്രിയമുണ്ടാകണം. സ്തോത്രം. എത്ര പേര് വചനം ധ്യാനിക്കുന്നവരോടൊന്ന് കരമൂർത്തിയാട്ടെ. അവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തലമുറകൾ ദൈവവചനം ധ്യാനിക്കണം. അവർക്ക് എന്തോ ഉണ്ടാകും? ഉറക്കെ പറഞ്ഞാട്ടെ. ഇനി അതിപ്രധാനമായ ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലൂക്കോസ് 24:30. ആമേൻ. ഹല്ലേലൂയ. 6-ാം വാക്യം. ലൂക്കോസ് 24:36.
ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം. ആമേൻ പറഞ്ഞാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റു. ഈ വാർത്ത മൊത്തത്തിൽ പരന്നു. യേശുവിൻ്റെ ബോഡി അവിടെ കാണുവാനില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ 3.5 വർഷക്കാലം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ബോഡി മോഷ്ടിച്ചുകൊണ്ട് ശിഷ്യന്മാരായിരിക്കുമെന്നുള്ള കിംവദന്തി അവിടെ മൊത്തത്തിൽ പരന്ന് അവർക്ക് പുറത്തിറങ്ങുവാൻ കഴിയാതെ അവർ പേടിച്ച് വിറച്ച് ഒരു റൂമിനകത്ത് അടഞ്ഞിരിക്കുമ്പോൾ അവർ നടുവിലേക്ക് കർത്താവ് വന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് രാത്രി ആ കർത്താവ് ഇതിന് നടുവിലുണ്ട്. എത്ര പേര് അവനെ അനുഭവിക്കുന്നുണ്ട്? ആമേൻ പറഞ്ഞാട്ടെ. ശബലപരകൾക്ക് നിങ്ങൾക്ക് സമാധാനം. ആ ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. ഓ, വാതുറന്ന് സ്വതന്ത്രം ചെയ്ത് ആരാധിക്കാം യേശുവിൻ നാമത്തിൽ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ നടുവിൽ ഞാനുണ്ട്. വീട്ടിനകത്ത് അടുക്കളയിൽ വെച്ചത് ഇടിച്ച് ചതച്ച് തൈലമുണ്ടാക്കുമ്പോൾ എൻ്റെ ഭാവന പറയുകയാ, സാത്താൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം പറ. സാത്താൻ ചോദിച്ചു, നിങ്ങൾ യേശുവിൻ്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് ഉപജീവനത്തിന് വഴിയില്ലല്ലേ? ഇതുകൊണ്ട് വിറ്റ് ഉപജീവനം കഴിക്കാനായിരിക്കാം നിങ്ങൾ ഇതുണ്ടാക്കുന്നത്. സ്തോത്രം പറ. അവർ ധൈര്യമായി പറഞ്ഞു കാണും, ഞങ്ങൾ എൻ്റെ യേശുവിൻ്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്കതിൻ്റെ ഒരു കുഴപ്പമില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് വിൽക്കാനുള്ളതല്ല, അരുമനാഥനെ പൂശാൻ വേണ്ടിയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. അവനെ പിൻപറ്റിയവരാരെയും ദൈവം വെറുതെ വിട്ടിട്ടില്ല. അവനെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സമാധാനം. ഒരു വാക്കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ. റോമാലേഖനം, ഇത് അതിപ്രധാനമായൊരു വാക്യമാണ്. റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ, ഒന്ന് ശ്രദ്ധിച്ച് ഇത് വായിക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഒന്ന് വായിച്ചേ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ, ആമേൻ, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാ. നാളെയല്ല, മറ്റന്നാളല്ല, ഇപ്പോൾ ഈ നിമിഷം വേഗത്തിൽ. ഹല്ലേലൂയ. ഓഹോ ശബബബബ. യെസ് യെസ് യെസ്. ഈ ദൂത് ഇന്ന് രാത്രി അതുപോലെ സ്വീകരിച്ചോ, ഏറ്റെടുത്തോ. കുടുംബങ്ങളിൽ വാഴുന്ന സമാധാനത്തെ എടുത്തു കളയുന്ന ദുർശക്തികൾ അടിയാൻ പോകുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ വേഗത്തിൽ സ്വത്തനെ കെടുത്തുന്ന, സഭയുടെ സമാപനത്തെ കെടുത്തുന്ന ആ സാത്താന്റെ ശക്തിയെ, സാത്താന്യ പ്രവർത്തനങ്ങളെ ഇന്ന് രാത്രിയിൽ വേഗത്തിൽ ആ സാത്താന ശക്തിയെ നിന്റെ കാൽ കീഴിൽ ദൈവം ചതയ്ക്കാൻ പോകുക. ചതയ്ക്കാൻ പോകുക. പ്രാപിച്ചോ? യെസ് യെസ്. ഇന്ന് രാത്രി ആമേ, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ വേഗത്തിൽ. ഓ യെസ് യെസ് യെസ്. ചൂടാപാര നിന്റെ വാഗ്ദത്തങ്ങളെ, നിന്റെ അവകാശങ്ങളെ നശിപ്പിക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രി കർത്താവ് അതിനെ ശാസിക്കുന്നു. യെസ്.
അഭിഷേകം പ്രാപിച്ച ദൈവജനം കരമടിച്ച് അല്പ നിമിഷങ്ങൾ ആരാധിച്ചോ. ൂരഭാര ഭാരവച്ച സഹിതജാന ധൂരജാല ധേരജാല സന്താരാജ എസ് 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 ഘടകരഗജ 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 ശബലബാദി ഘടകരഗജ ഭേദഗച്ചസി ശബ്ദജഗജലഘടകയ സന്ദരജലഘടകതനയ ഘടകരഗതരഘടകസിയ. ചില അവകാശങ്ങൾക്ക് നേരെ വെല്ലുവിളിച്ച് നാളുകളായി വർഷങ്ങളായി നിന്നോട് നിന്റെ കുടുംബത്തോടും വെല്ലുവിളിക്കുന്ന, നിന്നെ നന്മകളോട് പോരി വിളിക്കുന്ന ശക്തികൾ, സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്ന അനുഭവങ്ങൾ ഈ രാത്രി കർത്താവ് ശാസിക്കുന്നു. പ്രാർത്ഥിച്ചോ. യേശുവിൻ നാമത്തിൽ പുതുവഴികൾ തുറക്കുന്നു. അതരതലഘടകം യേശു ആത്മാവിനെ പ്രാപിച്ചവർ ഒരുമിച്ച് ധരാതലഘടക എല്ലാവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. രോഗശക്തികൾ അടിയട്ടെ. ശബലബലബലകയ അതരതലഘടകതനയ. യോർദാൻ കലങ്ങി ഒഴുകുന്നത് പോലെ ശബലബലകതലഘടകസിയ നിന്നെ മുക്കിക്കളയുവാൻ, സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കരുത്തിക്കളയുവാൻ രോഗമണ്ഡലത്തിലൂടെ ശത്രു നിന്നെ കടത്തിവിടുവാൻ വെല്ലുവിളിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി കർത്താവ് അഴിക്കുന്നു. ശതരാ ജഗലഘടകസിയ അന്ധാരാ ജഗസ്യാന. എത്തിപ്പിടിക്കേണ്ട അവകാശങ്ങളും അതിൻ്റെ നന്മകൾക്ക് നേരെ നാളുകളായി പോര് വിളിക്കുന്ന ചില പോരുകൾ, കാർമികങ്ങൾ പോലെ ഇളയുമറിയുന്ന അന്തരീക്ഷങ്ങൾ ദൈവാത്മാവ് കാണിക്കുന്നതിന് തെളിഞ്ഞ മേഘമാക്കി മുൻപോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. തീരാജലാതകതലാതെ കുടുംബത്തെ ഞാൻ പുറത്തു കൊണ്ടുവരും. ചില നന്മകൾ തന്ന ദേശത്ത് സഭയ്ക്കകത്ത് ഒരു തൂണായി മാറത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരം നിന്റെ ഭവനത്തോടും വ്യക്തിപരമായും ആലോചന പറയുന്നു. ഒരു കോരശനെ പോലെ ഞാൻ വിളിച്ചിരിക്കുക. സഭയുടെ ശൂന്യതകൾ മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ നിന്നെ ഞാൻ ഒരുക്കിയെടുക്കും. നന്മകളെ കൊണ്ട് നിറയ്ക്കും. സന്താനപാലകടകസിയാദിയ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ ഈ രാത്രി അഴിഞ്ഞു മാറുന്നു. ശബലഗതന യേസ് യേസ് ഒരുമിച്ച് ആരാധിക്കാം. ആത്മാവിൽ ആത്മാവിൽ പിടിച്ചെടുക്കേണ്ട ചില അവകാശങ്ങൾ, നേടിയെടുക്കേണ്ട ചില നന്മകൾ ഈ ആയുസ്സിൽ തന്നെ നീ അവകാശമാക്കുകയും അനേകർ മൂക്കിൽ കൈവച്ച് അതിശയിക്കുന്നത് പോലെ നിന്റെ സ്ഥിതിക്ക് ഞാൻ മാറ്റം വരുത്തി. ധീരാബാല ഹംദരാദഗച്ഛസ്യാന അംശ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും ഞാൻ നിന്നെ മുൻപോട്ട് നടത്തും. ചില നന്മകളെ കൊണ്ട് അലങ്കരിച്ച് ഭാവി ധന്യമാക്കി ദേശത്തിൻ്റെ ഉന്നതങ്ങളിൽ വാഹനമായി സഞ്ചരിക്കത്തക്കവണ്ണം ദൈവത്തിനെ പുറത്തു കൊണ്ടുവരും. ദീപാരഭാരകതരഘടകസ്യ എന്നാ ചില വിഷയങ്ങൾ കുരുക്കി ഒതുക്കി കുഴഞ്ഞു മറിയുന്ന അനുഭവത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ രാത്രി അടിഞ്ഞു മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ആ തടസ്സങ്ങൾ ഇപ്പോൾ അഴിയട്ടെ. പുതിയ വാഗ്ദത്തങ്ങൾ നീ എത്തിപ്പിടിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ പ്രാപിക്കാൻ ജൂൺ മാസം നിന്റെ ജീവിതത്തിന്മേലൊരു പുതിയ അധ്യായം എഴുതും. ഉടപരകതരഘടകസിയ എല്ലാ തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശ് ധരധരകതരകതരകതരഘടകയ ശതാല ഖണ്ഡല ദഗച്ഛസിയ അന്തരാ ജഗതരഘടകസ്യാദിയ. ഒരു പ്രത്യേക സർക്കിളിൽ നിന്നെ ഒതുക്കിയിടുവാൻ അതിരുകൾ വരമ്പുകൾ കെട്ടി നിർത്തി ഉടവാ സന്തരാദിയ ആത്മീയ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് നീ വെക്കുമ്പോൾ തന്നെ പുറകോട്ട് വലിച്ചടിക്കുന്ന അനുഭവങ്ങളും അതിൻ്റെ വെല്ലുവിളികളും ദൈവാത്മാവിനെ കാണിക്കുന്നു. ധൂരാപാരാപാല പ്രാർത്ഥനയിൽ ആമേ സ്വത്രം നീ ഒറ്റിരിക്കണം. ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് നാളുകളിൽ എഴുന്നേൽപ്പാൻ ദൈവാത്മാവ് ദൂത് പറയുക. അടക നിൻ്റെ അതിരുകൾ ഞാൻ വിസ്താരപ്പെടുത്തും. ഇന്നായിരിക്കുന്ന
മണ്ഡലത്തിൽ നിന്നും പുതുമയേറിയ അവകാശങ്ങൾ കൈവശമാക്കുവാൻ ഫൈനാൻഷ്യൽ മേഖലകളിൽ വലിയ ഉയർച്ചകൾ നൽകി ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ചില സ്ഥാപനങ്ങൾ നിന്റെ സ്വന്തം കീഴിൽ പ്രവർത്തിക്കത്തക്ക വിധം നിന്നെ ഞാൻ ഒരു വലിയ പ്രസ്ഥാനമാക്കും. ദേശത്ത് ഞാൻ നിന്നെ മാനിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും. തൂരാപാരാപ ശമ്പര എല്ലാ തടസ്സങ്ങൾ ഈ പകൽക്കാലം അടിയട്ടെ. കരമടിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ. ചേർന്നാരാധിച്ചോ. ഉടരാ ദബരാ ജഗല ഷാന ധേര ചന്ദ ഹസ്ത കെട്ട മന്ദ ചാന ധൂര രോഗശക്തികൾ അഴിയട്ടെ. പുരബലകൾക്ക് യാന ഉണങ്ങിയ ഒരു വൃക്ഷമാക്കി ദിവാരകൾ ശരീരത്തോട് പോരാടുന്ന ഇരുട്ടിൻ്റെ അവകാശവാദങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. ഉറക്കത്തെ കെടുത്തുന്ന രോഗശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ രോഗബന്ധനത്തെ ശാസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയട്ടെ. ശലബലബലഘടകം എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചോ. മുടങ്ങിക്കിടക്കുന്ന ചില വഴികളും വാക്തത്വങ്ങളും ദൈവം നിന്നെ കരത്തിലെത്തിപ്പിച്ച അർഹതയില്ലാത്ത അവകാശങ്ങൾ ഒരു എസ്തറിന് വേണ്ടി തുറന്നതുപോലെ രാജാവിൻ്റെ പൊൻചെങ്കോൽ അന്തഃപുരത്തിൽ അവകാശങ്ങളെ അവകാശമാക്കുവാൻ ഒരു എസ്തറിന് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഉടാബാല മാനസികമാകുന്ന ടെൻഷൻ കൂടെ ഡിപ്രഷൻ പോലെ വരുത്തി ആത്മാവിൽ ജാഗരിപ്പാൻ കഴിയാതെ ആരാധിപ്പാൻ കഴിയാതെ ഉടകാരകർക്കിയ വെളിപ്പെടാൻ സകല അന്തരീക്ഷങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ജയം കൽപ്പിക്കുന്നു. എല്ലാവരും അഭിഷേകത്തോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് മാറി നിന്റെ ശ്വാസത്തിന് നേരെ വെച്ചകാല് പുറകോട്ട് മാറ്റുവാൻ പാരമ്പര്യ കെട്ടുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വെല്ലുവിളിച്ച മുന്നേറുവാൻ കഴിയാതിരിക്കുന്ന അനുഭവത്തിൽ നിന്നും ദൈവത്തിനെ എഴുന്നേൽപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നിന്റെ കുടുംബത്തെ ഞാൻ പണിത് അഭിഷേകത്തെ പകർന്ന് ഒരു വലിയ കാഴ്ചപ്പാടോടെ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥിച്ചോ. എല്ലാ തടസ്സങ്ങൾ ശാരീരിക മാനസിക ആത്മീയ വിഷയത്തിൽ ഒതുങ്ങിപ്പോയ മേഖലയിൽ നിന്നും എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി പ്രവചിക്കുന്നു. എല്ലാ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ അടിയട്ടെ. ഒരുമിച്ച് ശക്തിയോടെ പ്രാർത്ഥിക്കാം. മകനോട് ദൈവാത്മാവ് പറയുന്നു, ഉന്നതങ്ങളിൽ ദൈവത്തിനെ വാഹനമാക്കി കൊണ്ടുപോകും. അനേക സമപ്രായക്കാരുടെ സ്വത്രം നിന്നെ ഉയർത്തി മേഘങ്ങളിൽ വാഹനമാക്കി കൊണ്ടുപോകുവാൻ ചില ഉത്തരവാദിത്വങ്ങൾ പകർന്ന ധീരാജാല ഘടകസ്യാദിയ നിന്നെ ഉയർത്തുവാൻ മാനിപ്പാൻ എൻ്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. അന്തരെ ഒരു കയറ് കൊണ്ട് വരിഞ്ഞു മുറുക്കുന്നത് പോലെയുള്ള പോരുകൾ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു. ഉപരിപഠനങ്ങൾ ഞാൻ നിനക്കായി ഒരുക്കും. വിദേശ പഠനം വാഗ്ദത്തമായി കാണുന്നു. അന്യദേശത്ത് ഞാൻ നിന്നെ സെറ്റിൽമെൻ്റ് ആക്കും. ചില മുടങ്ങിപ്പോയ വഴികളും നന്മകളും ദൈവം നിനക്കായി തുറക്കും. പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. കരമടിച്ച് അല്പനിമിഷങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. തീരാചാര അന്തരകച്ച മത്തലകെട്ടി കൂടപരമ്പ വേദകരക്ക ചൂടകരാജ ഹടദാമാന കുടകാജാല വടകാതാര വടകാജാന തീരത്താര ദൂരച്ചാന ധാരാജാന ശക്തരാപ ചൂടകച്ച സമ്പനാദിയ. അങ്ങനെ നിന്നോട് ദൈവാത്മ പറയുന്നു, നിന്റെ ബുദ്ധിയെ ഞാൻ പ്രകാശിപ്പിക്കും. യമവോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചതുപോലെ വികാരഘടക നിന്നെ ദൈവം ഒരുക്കി അഭിഷേകം ചെയ്ത് അനേക
സ്തോത്രം, നിന്റെ സമപ്രായക്കിടയിൽ നിന്നെ മുന്നിൽ നിർത്തി യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിപ്പാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. നിന്റെ മുഖച്ഛായ മാറും, ആളു മാറും, സ്ഥിതി മാറും, സ്വരം മാറും, കളറ് മാറും, വസ്ത്രം മാറും. ഒരു ഫുട്ബോൾ തട്ടിക്കളിക്കുന്നത് പോലെ ദൈവം നിന്നെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ എൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിന്നെ അഭിഷേകം ചെയ്യും എന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഘടക എന്നാൽ വീഴ്ത്തിക്കളയാൻ വേടൻ വല വിരിച്ച് ആ വലയിൽ കുരുക്കാൻ നോക്കുന്ന ചില പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ശക്തമായി പ്രാർത്ഥിക്കാം. ഒരു വേട്ടമാനെ പോലെ നിനക്ക് നേരെ, നിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന, നിന്നെ ഫോളോ ചെയ്യുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ അഴിയുന്നു. പ്രാർത്ഥിക്കാം. ശബലപരകടകം തിരാജലഘടക സന്തനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ധാരാബാല, ധൂരാബാല, ഭേരകാൽ എല്ലാവരും ആത്മാവിൽ ആമേ. സ്വത്തത്തെ കെടുത്തുന്ന ചില കുടുംബങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന സകല അന്തരീക്ഷങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു. വചനത്തിന് മുമ്പിൽ എല്ലാവരും ആത്മാവിൽ ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിച്ചോ. വിടുതലിന്റെ കരം. യെസ്. ശുശ്രൂഷയുടെ പുതുക്കങ്ങളും അതിൻ്റെ ശക്തമാകുന്ന വിടുതലുകളും ഇന്നാളിൽ ദൈവം പകർന്ന് ഒരു വലിയ കൈമാറ്റം, നിന്റെ മേൽ അധികാരത്തിൻ്റെ കൈമാറ്റം ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഏലിയാവിൻ്റെ പിന്നിൽ ഒരു ഏലീശയെ ഒരുക്കിയെടുത്ത് ശബന ജനാദന ആമേ കൃപാവരത്തോടെ നിറക്കി മാത്രമല്ല അതരാതലഘടകസിയ ആയിരിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും നിനക്കൊരു ഷിഫ്റ്റിംഗ് ഉണ്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഉദരകാരകയ പുതിയ സ്ഥലങ്ങളും പുതിയ പ്രവർത്തന മേഖലകളും ആത്മാവ് ദർശിക്കുന്നു. പ്രാർത്ഥിച്ചോ. ഒരു വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ധാരാബാല ഹംദര എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ ഛാലബാരബാദനയ ഓ ശബബബ ശന്തരതലയാദിയ അധികാരത്തിൻ്റെ കൈമാറ്റം വെളിപ്പെടട്ടെ. യേശ്. ഒരു ഷിഫ്റ്റിംഗ്, മേജർ ഷിഫ്റ്റിംഗ്. യെസ്. പ്രാപിക്കുക. മൂർച്ചയുള്ളൊരു വാളുപോലെ ദൈവം തന്നെ എഴുന്നേൽപ്പിക്കും. ശബരകതരകടകൾക്കിയ ആത്മീയ ഉത്തരവാദിത്വങ്ങൾ, ലീഡർഷിപ്പുകൾ ഒരു പടി ചവിട്ടി കയറുന്നത് പോലെയുള്ള പദവികൾ, ഉയർച്ചകൾ ദൈവം നിനക്ക് വേണ്ടി കൈമാറ്റം ചെയ്യും. തീരാപാലയ ദാസ്യവേല മാറ്റി യജമാനനെ വേല ഏൽപ്പിക്കുന്നത് പോലെയുള്ള പ്രത്യേക തലങ്ങളും അതിൻ്റെ പദവികളും ദൈവം നിനക്കായി കൈമാറും. ധൂരാമാന ഹംബരാദിയാന ആമേ സ്തോത്രം. ചില ഭാഷകളിൽ ശുശ്രൂഷിക്കും. ഇംഗ്ലീഷ് ഭാഷകളിൽ നീ പ്രസംഗിക്കും. ഭാഷകൾ മാറി, ദേശം മാറി. ഓറാബ ശംബരാദിയാന ഒരു പട്ടണത്തിലേക്ക് ദൈവത്തിനെ അയക്കും. വലിയ പദവികൾ നീ കാണാൻ പോകുക. യാത്രകൾ നിനക്ക് വേണ്ടി സെറ്റിൽമെന്റ് ചെയ്യും. എല്ലാ തടസ്സങ്ങൾ മാറട്ടെ. ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാം. യെസ്. ഓ ശബബബബബബ. ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് നിന്നെ ദൈവം അഭിഷേകം ചെയ്യുക. പ്രാർത്ഥിച്ചോ. ഓ എല്ലാവരും ചേർന്ന് അല്പ നിമിഷങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് സഭയുടെ സമാധാനത്തെ കെടുത്തുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന അഭിഷിക്തന്മാരുടെ മിനിസ്ട്രിയെ മുൻപോട്ട് വിടാൻ കഴിയാതെ വണ്ണം സ്വസ്ഥതയെ കെടുത്തുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. യെസ്. അഭിഷേകത്തോടെ കരമടിച്ച് അന്യഭാഷയിൽ അല്പ നിമിഷങ്ങൾ ആരാധിച്ചോ. അനർത്ഥങ്ങൾ മാറുന്നു. യെസ്. ഈ ഉപവാസം ദൈവസഭയ്ക്ക് അനുഗ്രഹമാ. വാഗ്ദത്തങ്ങൾ വെളിപ്പെടുകയാ. യെസ്. ദേശത്ത് സമാധാനം ഉണ്ടാകുന്നു. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നു.
സഭകളിൽ സമാധാനമുണ്ടാകുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. അതിന് വിരുദ്ധമായി വാഴുന്ന രോഗശക്തികൾ, പൈശാചിക വാഴ്ചകൾ, ദേശത്തിന്റെ വാഴ്ചകൾ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം ചെയ്താട്ടെ. ഈ വചനത്തിൻ്റെ വിടുതൽ ചില വ്യക്തികളിൽ, ഭവനങ്ങളിൽ, സഭകളിൽ വെളിപ്പെടാൻ പോകുക. ആ ഉറപ്പെത്ര പേർക്കുണ്ട്? സ്തോത്രം. എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ആത്മാവ് ദൂത് വ്യക്തമായി ഓർപ്പിക്കുന്നു, സഭയുടെ, കുടുംബങ്ങളുടെ, അഭിഷിക്തന്മാരുടെ സമാധാനത്തെ കെടുത്തുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന ഉടകരകഥന അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒന്ന് പോരാടി പ്രാർത്ഥിച്ച് ഒന്ന് പോരാടി പ്രാർത്ഥിച്ച് തിരാജലഘടകഥനയാ മന്ദവച്ച കെട്ടിയാതകം ഭൂതപാദപാദപാദപാതി അത്തുലോതി വിരികതലഘടകച്ചസയന് അതം പ്രവാല ഹഞ്ചസ് ധൂരാജ കെട്ടി കർമ്മനാദി. പോരാടി പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ പോരാടാം. ശബ്ദമുയർത്തി ഇന്ന് പകൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ വേഗത്തിൽ നിറവേറുകയാ. അതിന് തടസ്സമായി വെളിപ്പെടുന്ന സാത്താന്റെ പ്രവർത്തനങ്ങൾ, ദേശത്തിന്റെ ആധിപത്യത്തെ വേഗത്തിൽ ഇന്ന് രാത്രി കർത്താവ് നിന്റെ കാൽ കീഴിൽ ചതയ്ക്കുന്നു, ഉടഞ്ഞു മാറുന്നു. അമ്പലശക്തികൾ, വെച്ചുപൂജകൾ, അതിൻ്റെ ബന്ധനങ്ങൾ, നേർച്ചകാഴ്ചകൾ, മന്ത്രവാദ ശക്തികൾ യേശുവിൻ നാമത്തിൽ ദൈവം ചതയ്ക്കുന്നു, ദൈവം ഉടയ്ക്കുന്നു. അഭിഷേകത്തോടെ വാതറന്ന് അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ, പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ സ്വസ്ഥതയെ കെടുത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുന്നു, ഭത്സിക്കുന്നു. രക്തം ജയമെടു. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തന്നിട്ട് പോയ ദൈവിക സമാധാനത്തെ ഓർത്ത് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവിക സമാധാനം അനുഭവിക്കുവാനും ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യമെല്ലാം കർത്താവ് നമുക്ക് നൽകിയല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവസഭകളിൽ ഒരു സമാധാനം ഉണ്ടാകട്ടെ. ദൈവസമാധാനം ദൈവസഭകളിൽ കടന്നു വരുമ്പോൾ അവിടെ ആത്മീക വർധനമുണ്ടായി, ഒരു ഭക്തിയുള്ളവർ ആയി മാറി എന്ന് കേൾക്കുവാനിടയായല്ലോ. ദൈവസഭ പെരുകി എന്ന് കേൾക്കുവാനിടയായല്ലോ. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ദൈവസഭകളിലെല്ലാം ആ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ കർത്താവ് നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആർക്കാണ് ആ സമാധാനം ലഭിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക്, ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തോട് പ്രിയം വെക്കുന്നവർക്കാണ് സമാധാനം എന്ന് കേൾക്കുവാനിടയായല്ലോ. ഹല്ലേലൂയ. ആരുടെയെങ്കിലും ജീവിതത്തിൽ ആ സമാധാനത്തിന്റെ അവസ്ഥയാണ്, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ആ ദൈവിക സമാധാനത്താൽ എൻ്റെ കുടുംബത്തെ ഒന്ന് നിറയ്ക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ജോലി മാർഗങ്ങളിൽ ആ സമാധാനം ഒന്ന് നൽകണമേ. സഭാതലത്തിൽ ആ സമാധാനം നൽകണമേ എന്ന് നമുക്ക് വളരെ ഹല്ലേലൂയ വാജ്യയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് പകലും രാത്രിയും കടന്നു വന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചന ശുശ്രൂഷ പ്രിയ പാസ്റ്റർ ക്ലെമൻ ജോസ് പ്രിയ ദേവദാസനോട് ദൈവസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസിൻ്റെ കുടുംബത്തെ, ശുശ്രൂഷകളെ ദൈവസഭയെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടാൻ കർത്താവ് വീണ്ടും സഹായിക്കട്ടെ.
ഹാലയിലും നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇത്രത്തോളം കർത്താവ് വഴി നടത്തിയല്ലോ. ഹാലയിലും നമ്മുടെ മടക്കയാത്രയിലെല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെയുള്ള വിശുദ്ധ സഭാരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയെല്ലാം കർത്താവ് ശാന്തമാക്കണം. ജനമെല്ലാം കടന്നു വന്ന് കർത്താവിനെ ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ആ സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവജനത്തെ എല്ലാം കൂട്ടിവരുത്തേണ്ടതിന് പ്രാർത്ഥിക്കുക. അതുപോലെ നാളെ കത്രുമേശയൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതിലെല്ലാം പ്രാഗൽഭ്യത്തോടെ പങ്കെടുക്കുവാൻ, ഒരുക്കത്തോടെ കടന്നു വരുവാൻ ദൈവജനത്തെ എല്ലാം ബലപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഹല്ലേലൂയ വിശുദ്ധ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ എം എ വർഗീസ് അവർകൾ പ്രിയ ദേവദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ മനോഹരമായ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ, നിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി തിരുസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരുന്ന ജനത്തിൻ്റെ മേൽ അവിടുത്തെ വിലയേറിയ ദാസന്മാരെ അയച്ച് മാറ്റമില്ലാത്ത നിൻ്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് നൽകിയ എല്ലാ നല്ല ആലോചനകൾക്കായി സ്തോത്രം. കർത്താവെ, ദൈവസഭയെ വേട്ടയാടുവാൻ നിൽക്കുന്ന ദുഷ്ടപോരുകളെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ അകറ്റുകയാ. എല്ലാ ജീവിതങ്ങളെയും അവിടുത്തെ കൃപയിൽ പൊതിയണമേ. നിന്റെ ശാശ്വത ഭുജത്തിൽ സകലരെയും വഹിച്ചു കൊള്ളുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിത്യ സമാധാനത്തിൻ്റെ ഉറവിടമായ കർത്താവേ, അവിടുത്തെ സമാധാനം എല്ലാ ജീവിതങ്ങളുടെ മേൽ ആളാം പ്രതി കുടുംബമായും ഓരോ വ്യക്തികൾക്കും അവിടുന്ന് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ സമാധാനത്തെ തകർക്കുവാൻ നിൽക്കുന്ന സാത്താനെ ഇന്ന് രാത്രി അവിടുന്ന് ചവിട്ടി ആമീൻ തകർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം ഞങ്ങൾക്കൂടി മഹത്വപ്പെടട്ടെ. കർത്താവേ, ഈ ജനത്തെ നിന്റെ നാമം ചൊല്ലി അടിയൻ്റെ വലതുകരം ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഓരോരുത്തരും അനുഗ്രഹ വിഷയമായി തീരട്ടെ. ഇന്ന് രാത്രിയും പകലും അവിടുത്തെ വചന ശുശ്രൂഷിച്ച് അങ്ങയുടെ വിലയേറിയ ദാസനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, ശുശ്രൂഷകൾക്കായി സ്തോത്രം. തുടർന്നും കരങ്ങളിൽ ശക്തിയോട് ഉപയോഗിച്ചു കൊള്ളുന്നതാണ്. നാളത്തെ ആരാധനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായി സ്തോത്രം ചെയ്യുന്നു. നാളത്തെ എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം. സകലത്തിന്മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കും. സർവമഹത്വവും അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷിച്ചെന്ന് പകലും രാത്രിയിലും കർത്താവെ അവിടുത്തെ വചനം ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, ആമീൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ 9 മണിക്ക് സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കും. 10 മണിക്ക് ആരാധന ഉണ്ടായിരിക്കും. നാളെ കർത്തൃമേശയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി സംബന്ധിക്കുക.